2024 റിലീസായ മൈ നെയിം ഈസ് ഷൗ വൂഡി എന്ന വളരെ രസകരമായ ഒരു ചൈനീസ് കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയ മൂവീസിലൂടെ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ വൂഡിയെ കാണിച്ചുകൊണ്ടാണ്. വൂഡി ഒരു സെക്യൂരിറ്റി ഗാർഡായി ഒരു ബിൽഡിംഗിൽ വർക്ക് ചെയ്യാണ്. ആ ബിൽഡിംഗിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, വെഡിങ് ഹാൾ ഉണ്ട്, ഓഫീസ് റൂംസ് ഉണ്ട്, അങ്ങനെ പലതും ഉള്ള ഒരു വലിയ ബിൽഡിംഗ് ആയിരുന്നു അത്. തന്റെ ഡ്യൂട്ടി സമയത്ത് അതും നല്ല നട്ടുച്ച സമയത്തിരുന്ന് ഉറക്കം തൂങ്ങുന്ന വൂഡിയുടെ അടുത്തേക്ക് ആളുടെ കൊളീഗായ ലു എത്തുന്നുണ്ട്. വൂഡിയെ തട്ടി ഉണർത്തുന്ന ലു, ഇവിടെ വലിയൊരു കല്യാണം നടക്കാൻ പോവാ, എന്നിട്ട് നീ ഇപ്പോ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങിയാ അത് പ്രശ്നമില്ല എന്ന് ചോദിക്കുമ്പോൾ, വലിയ കല്യാണം സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് വലുതാ, പക്ഷെ കല്യാണത്തിൽ പങ്കെടുക്കാനേ വിരലിലെണ്ണാവുന്ന ആളുകളെ ഉള്ളല്ലോ, ഇത്രയും പേർക്ക് വേണ്ടി എന്തിനും ഇത്രയും പോർഷ് ഒരു വെഡിങ് സെറ്റപ്പ് ഒക്കെ ഇവിടെ നടത്തി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ആഡംബര കാർ വന്ന് നിൽക്കുന്നത്. ആ കാറിൽ നിന്ന് ഇറങ്ങുന്ന പെൺകുട്ടി ഷെൻ. അവൾ ഈ കഥയുടെ കഥാനായിക മാത്രമല്ല, അവളുടെ കല്യാണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതായത് ആ കല്യാണ പെണ്ണ് ഷെന്നാണ്. ഷെൻ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയായിരുന്നില്ല, അവൾ വലിയൊരു കമ്പനിയുടെ CEO പൊസിഷനിലേക്ക് എത്താനായി പോകുന്ന ഒരു ബിസിനസ്സുകാരിയും കൂടിയാണ്. ഈ ഒരു കല്യാണം ഷെന്നിനെ സംബന്ധിച്ച് ഭയങ്കരമായ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് സീരിയസ് ആയ ഒരു മുഖഭാവത്തിലാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഷെൻ അകത്തേക്ക് എത്തുമ്പോഴാണ് ഷെന്നിന്റെ അസിസ്റ്റന്റ് ഷെൻ കല്യാണം കഴിക്കാനായി ഇരുന്ന ആൾ മിസ്സിംഗ് ആണ്, ആൾ ഒളിച്ചോടിയെന്ന കാര്യം അറിയുന്നത്. അത് കേട്ട് ഞെട്ടാതെ ഷെൻ എത്രയും പെട്ടെന്ന് മറ്റൊരുത്തനെ കണ്ടുപിടിക്കും. എന്റെ എന്തായാലും ഒരു റിയൽ മാരേജ് അല്ലല്ലോ, തട്ടിക്കൂട്ട് കല്യാണമല്ലേ, ഏതെങ്കിലും ഒരുത്തനെ എനിക്ക് കിട്ടിയാൽ മതിയെന്ന് ഷെൻ അങ്ങനെ സ്റ്റാഫിനെ ഏൽപ്പിക്കുന്നുണ്ട്. അതെ, ഷെൻ ഇപ്പൊ പറഞ്ഞ കണക്ക് ഇപ്പൊ നടക്കാൻ പോകുന്നത് അവളുടെ റിയൽ മാരേജ് ആയിട്ട് അവൾ കണക്കാക്കുന്നേ ഇല്ല. അവളുടെ ഓഫീസിലെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇപ്പൊ അവൾക്ക് നടക്കാൻ പോകുന്ന ഒരു കല്യാണം, അത്രേ ഉള്ളൂ. ആരെങ്കിലും അവൾക്ക് കെട്ടിയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് അവൾക്ക്. എന്തായാലും ഇതേ ടീം അതേ ബിൽഡിംഗിൽ തന്നെ മറ്റൊരു റൂമിലായിരുന്നു ഹാൻ ഇരിപ്പുണ്ടായിരുന്നത്. ഹാൻ ഷെന്നിനെ കല്യാണം കഴിക്കാനായി അവളുമായി അവൾ ഉറപ്പിച്ചു വെച്ചിരുന്ന അയാളെ ബലമായി ഓടിച്ചു വിടുകയായിരുന്നു. ഹാൻ ഷെന്നിനെ കല്യാണം കഴിക്കാനായി ഉദ്ദേശിക്കുന്നതിന് പിന്നിൽ അവന്റേതായ ചില ബിസിനസ് തന്ത്രങ്ങളുമുണ്ട്. എന്തായാലും നിശ്ചയിച്ചു വെച്ചിരുന്ന കല്യാണ ചെറുക്കൻ ഒളിച്ചോടി പോയാൽ അവൾ തന്റെ അടുത്തേക്ക് തന്നെ ആ ഒരു ലാസ്റ്റ് മൊമെന്റ് എത്തും. കാരണം ഇപ്പോൾ കല്യാണം നടക്കുക എന്നത് ഷെന്നിനെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ കാര്യമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഹാൻ അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തത്. പക്ഷെ ഹാൻ ആ രീതിയിൽ ഷെന്നിനെ അപ്രോച്ച് ചെയ്യുമ്പോഴേക്കും ഹാനിൽ ഒട്ടും തന്നെ എന്ത് ഫേക്ക് കോൺട്രാക്ട് മാരേജിന്റെ ഭാഗമാണെങ്കിലും ഹാനിനെ കല്യാണം കഴിക്കാനായി താല്പര്യമില്ലാത്ത ഷെൻ അവളുടെ സ്റ്റാഫിനെ ഏർപ്പാടാക്കി ഒരാളെ തപ്പാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ അതേ ബിൽഡിംഗിൽ സെക്യൂരിറ്റി ഗാർഡായി വർക്ക് ചെയ്യുന്ന ഷവോയുടെ അടുത്തേക്ക് തന്നെ ആ ഒരു സ്റ്റാഫ് എത്തുകയും ചോദിക്കുകയും ചെയ്യുന്നു. എന്തോ ഒരു കാര്യം കൊണ്ട് ഷവോ അതിന് സമ്മതിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഷെന്നിന്റെ കല്യാണ ചെറുക്കനായി ഷവോ റെഡിയായി ഷെന്നിന്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന അങ്കിളുമാരെ കാണുന്ന ടീം ഇവൾ തട്ടിക്കുട്ടി ഒരാളെ കൊണ്ടുവന്ന് കാണുന്ന ഡൗട്ടില് അങ്കിളുമാരെ അവനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു, കല്യാണം നടത്തണമെന്ന് പറഞ്ഞാണ് ഷെൻ കൊണ്ടുവരുന്നത്. മുന്നേ തന്നെ ഇവൾ കല്യാണം കഴിക്കാനായിരുന്ന ചെറുക്കനെ അങ്കിളുമാരൊന്നും കണ്ടിട്ടില്ല. അവൾക്ക് ആരുമായി റിലേഷൻഷിപ്പ് ഉണ്ട്, കെട്ടാൻ പോകുന്നു എന്ന് മാത്രമേ അവർക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. കല്യാണ ദിവസം കാണാവുന്ന രീതിക്കാണ് അവരിരുന്നത്. അതുകൊണ്ട് തന്നെ ആളും പറയുന്നത് അവർക്ക് അറിയില്ല. എന്തായാലും അവരായിട്ട് അവനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനായി, അവർ തമ്മിലുള്ള അടുപ്പൊക്കെ ഒന്ന് അറിയാനായി ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും ഷെന്നിനെ പറ്റി, അവളെ പറ്റിയുള്ള അവളുടെ ഹാബിറ്റ്, അവളുടെ ഡെയിലി റൊട്ടീൻ അതൊക്കെ തത്ത് പറയും പോലെ ഷവോ പറയുന്നത് കേട്ട് ഷെൻ ഇവനിതൊക്കെ എങ്ങനെ അറിയാന്ന് അന്തം വിട്ടിരിക്കുന്ന ടീമാണ് നമ്മൾ ആ ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ആക്ച്വലി ഷവോ ഇവിടെ വെച്ചായിരുന്നില്ല ഷെന്നിനെ കാണുന്നത്. ഇതിന് മുന്നേ തന്നെ അവൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. അവളോട് ഒരു താല്പര്യം എന്തുകൊണ്ടോ അവൻ ആ സമയത്ത് തോന്നുകയും അവൾ പോലും അറിയാതെ അവളെ അവൻ ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോ കാര്യങ്ങൾ പറയാൻ ഈസി. എന്തായാലും അങ്ങനെ ഷെൻ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ അവിടെ അവളുടെ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു ഫേക്ക് കോൺട്രാക്ട് മാരേജ് മറ്റുള്ളവരുടെ മുന്നിൽ അവൾ നടത്തിയെടുക്കുന്നു. പിന്നീട് നമ്മൾ ഷവോയെ കാണുമ്പോഴേക്കും ഇപ്പോ ബാക്കിയുള്ളവരുടെ കണ്ണിൽ അവൻ ഷെന്നിന്റെ ഹസ്ബൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഷെന്നിന്റെ സ്ഥാപനത്തിലേക്ക് തന്നെ ഷവോയെ അവൾ ജോലിക്ക് എടുത്തിരിക്കുന്നു സെക്യൂരിറ്റി ഗാർഡായി. കൂടെ അവന്റെ മുന്നത്തെ കൊളീഗായ ലൂവും ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് മുന്നേ സിയാൻ എന്ന ഒരാളുമായിട്ടാണ് ഷെന്നിന്റെ കല്യാണം അവൾ ആദ്യം ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ സിയാൻ ഓടിപ്പോയി. ആ ഒരു സാഹചര്യത്തിലാണ് ഷവോ വൂഡിയുമായി കല്യാണം ഷെന്നിന് നടത്തേണ്ടി വന്നത്. ഈ സിയാൻ ഷെന്നിന്റെ ഓഫീസിലേക്ക് എത്തി ചില ഡോക്യുമെന്റ്സ് തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. ആ ടീം അവിടെ സെക്യൂരിറ്റി ഗാർഡായി ഉണ്ടായിരുന്ന ഷവോയുടെ സഹായത്തോടു കൂടി ഷെന്നിന് അവനെ പിടികൂടാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഷവോ തക്കത്തിന് സിയാന്റെ മൂക്കൊന്ന് ഇടിച്ച് പരത്തുന്നുണ്ട്. എന്തായാലും അങ്ങനെ ആ ഒരു സമയത്താണ് ഷെന്നിനോട് സിയാൻ എന്നോട് ക്ഷമിക്കണം, മുന്നേ കല്യാണം ആ ഒരു സമയത്ത് നമ്മുടേത് ഫേക്കായി മേഡം നടത്തുന്ന ഒരു കാര്യമാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ അതിന് സമ്മതിച്ചിട്ടും ലാസ്റ്റ് മൊമെന്റ് എനിക്ക് മാറേണ്ടി വന്നത് ഹാനിന്റെ കാര്യങ്ങൾ കൊണ്ടാണ്. ഹാൻ ഇപ്പൊ പറഞ്ഞത് പ്രകാരം കൂടിയാണ് ഞാനിപ്പോ ഈ ഡോക്യുമെന്റ്സ് എടുക്കാനായി കമ്പനിയിലേക്ക് ഒരു മോഷ്ടാവ് കണക്ക് വന്നത്. ഹാൻ എന്റെ ഫാമിലി ഉപദ്രവിക്കുന്നു പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇതൊക്കെ ചെയ്യിക്കുന്നതാണ്, ക്ഷമിക്കണമെന്നല്ല സിയാൻ നടന്ന കാര്യങ്ങൾ ഷെന്നിനോട് പറയുന്നു. എന്തായാലും പിന്നീട് തന്റെ അങ്കിളുമാര് ഏർപ്പാടാക്കിയിരിക്കുന്ന സ്പൈസ് താൻ റിയലായി തന്നെയാണോ ഷവോയെ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നറിയാനായി തന്റെ അപ്പാർട്ട്മെന്റിന്റെ പരിസരങ്ങളിൽ കാണുമെന്നറിയാവുന്ന ഷെൻ ഷവോയെ നിർബന്ധിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോവുകയും ആ സ്പൈസിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ അവിടെ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ കാണുമ്പോഴേക്കും ഷവോ വൂഡിയുടെ ബെസ്റ്റ് ഫ്രണ്ട് കൊളിഗോ ഒക്കെ ആയിട്ടുള്ള ലു ആളുടെ സഹോദരിയായ ലിങ്ങിനെ വൂഡിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അവളുടെ റെസ്യൂം കൊടുത്ത് ഷെന്നിന്റെ ഓഫീസിൽ ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്നാണ് ലു ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഷവോ ഷെന്നിന്റെ അടുത്തേക്ക് ചെന്ന് ലിങ്ങിനെ പറ്റി പറയുകയും റെസ്യൂം നൽകുകയും ചെയ്യുമ്പോൾ ആക്ച്വലി അതൊക്കെ ഷെന്നില് ഒരു അസൂയ ഫീൽ ആക്കുന്നുണ്ട്. പക്ഷെ അവളത് പുറത്ത് കാണിക്കുന്നില്ല. അന്നാവട്ടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഷെൻ പുറത്തേക്ക് പോകുമ്പോൾ അവളെ ഒരാൾ ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഭാഗ്യ
ഭാഗ്യത്തിന് ഷെൻ പോലും അറിയാതെ അവളെ ഫോളോ ചെയ്ത് കൂടെ കൂടിയിട്ടുണ്ടായിരുന്ന ഷവു ആണ് അവളെ രക്ഷപ്പെടുത്തുന്നത്. പക്ഷെ അവൻ ഇങ്ങനെ അവളെ ഫോളോ ചെയ്ത് പുറകെ നടക്കുന്നു എന്നത് അവൾ അറിയരുതെന്ന രീതിക്ക് മറിഞ്ഞിരുന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവളെ ഹെൽപ്പ് ചെയ്യാനും സേഫ് ആക്കാനും സാധിച്ചല്ലോ എന്ന സംതൃപ്തിയിൽ അവൻ മടങ്ങി പോകുന്നുണ്ടെങ്കിലും ഷെന്നാകട്ടെ ഷവു തന്റെ പുറകിനുണ്ടായിരുന്നു, അവനാണ് തന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ പിന്നീട് അവനോട് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അത് വ്യക്തമായിട്ട് എനിക്ക് ഇന്ന് തന്നെ അറിയണം. നമ്മുടെ ഇതൊരു ഫേക്ക് മാരേജ് ആണ്, അത് ഞാൻ മുൻകൈ എടുത്ത് നടത്തിയതാണെന്ന് അറിയാലോ. പിന്നെ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് എന്റെ അനുവാദം ഇല്ലാതെ എന്റെ പുറകെ നടക്കുന്നതെന്നല്ല. ഷെൻ ദേഷ്യപ്പെടുമ്പോൾ തന്റെ ഉദ്ദേശശുദ്ധി അവൾ തെറ്റിദ്ധരിക്കരുതെന്ന് കരുതി ഷവു നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെ, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തു, അത് പക്ഷെ വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് നിങ്ങളുടെ മരണപ്പെട്ട ചേട്ടനോട് ചില കടമകളുണ്ട്. ആക്ച്വലി മരിക്കുന്നതിന് മുന്നേ നിന്റെ ആ ബ്രദർ എന്നോട് നിന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അവനോടുള്ള എന്റെ കടപ്പാടിന്റെ ഭാഗമായിട്ടാണ് നീ പോലും അറിയാതെ നമ്മൾ അന്ന് ആ ഒരു വെഡിങ് നടക്കുന്ന ദിവസം കണ്ടുമുട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ നിന്നെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ദിവസം ഞാൻ പുറകെ വന്നതുപോലും നിന്റെ ഈ ഒരു കോൺട്രാക്ട് ഹസ്ബൻഡ് എന്ന ആ ഒരു ലേബലിലല്ല, മറിച്ച് നിന്റെ ബ്രദറിനോടുള്ള എന്റെ കടപ്പാടിന്റെയും ഞാൻ കൊടുത്ത വാക്കിന്റെയും കാര്യം കൊണ്ടാണ്, അല്ലാതെ വേറൊന്നും ഇല്ലാന്നല്ല ഷവു നടന്ന കാര്യങ്ങൾ ഷെന്നിനോട് പറയുന്നു. ആക്ച്വലി ഷവു കൂടി മുന്നേ സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവൻ അതിന്റേതായ എല്ലാ മികവും പുലർത്തുന്ന ഒരാളും കൂടിയാണ്. ഇപ്പൊ തന്നെ ഷെന്നിന്റെ അങ്കിളിന്റെ നിർദ്ദേശപ്രകാരം അങ്കിളിന്റെ അടുത്തേക്ക് ഷവോയും കൂട്ടി ഷെൻ പോകുമ്പോഴേക്കും അങ്കിൾ ഷവോയെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായി അവിടെ പലതും ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ അതിവിദഗ്ധമായി തന്നെ ഷവോ മറികടക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ഷെൻ ഇംപ്രസ്ഡ് ആയി എന്ന് മാത്രമല്ല അവളും നൈസ് ആയിട്ട് ഒരു ടെസ്റ്റ് ഷവോയ്ക്ക് നൽകുമ്പോൾ അതും അവൻ ഈസിയായി പാസ്സാവുന്നു. എന്തായാലും പതിയെ ഷെന്നിന് ഷവോയുടെ ഒരു താല്പര്യം തോന്നി തുടങ്ങി. തന്റെ ബ്രദറുമായി ഷവോയ്ക്ക് ഉണ്ടായിരുന്ന കണക്ഷൻ അതിന് വലിയൊരു കാരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ കാഷ്വലായി ജോലിക്കിടയിൽ സംസാരിക്കുന്ന ടീം ലു ഷവോയുടെ ഒരു വലിയ ക്രിമിനലിനെ പറ്റിയും അയാളെ പിടിക്കാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നതിനെ പറ്റിയും കണ്ടുപിടിച്ചു കൊടുക്കാൻ സാധിക്കുന്നവർക്ക് വലിയൊരു പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നതായി ഒക്കെ പറയുമ്പോൾ ഷവോ അതിലൊന്നും വലിയ താല്പര്യം കാണിക്കുന്നില്ല. എന്തായാലും അതിനിടയിൽ വീണ്ടും ഷെന്നിന് ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട്. ഇത്തവണയും ഷവോ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ആരാണ് ഇവൾക്ക് ഇത്രയും വലിയ ശത്രു ഉള്ളത് എന്ന് കണ്ടെത്താനായി അവൻ തീരുമാനിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ വലിയൊരു ബിസിനസ് പാർട്ടിയിൽ ഷെൻ ഷവോയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഇവരുടെ കമ്പനിയുടെ വലിയൊരു ഇൻവെസ്റ്ററായ ഒരു ലേഡി അവിടേക്ക് എത്തുമ്പോൾ അവർ ഷവോയെ കണ്ട് ഭയങ്കര കാര്യമായി തന്നെ അടുത്തെത്തി സംസാരിക്കുന്ന ഒക്കെ തന്നെ ഷെന്നിന് വല്ലാത്ത അസൂയ ഉണ്ടാക്കുന്നുണ്ട്. ഈ വലിയ ഇൻവെസ്റ്റർക്ക് എങ്ങനെയാണ് ഷവോ ഇത്ര പരിചയമെന്ന് കണ്ടു നിന്നവർ പോലും അമ്പരക്കുന്നു. ആക്ച്വലി ഷവോ ആർമിയിൽ നിന്നൊക്കെ റിസൈൻ ചെയ്ത ശേഷം ഇതുപോലെ വളരെ പ്രീമിയം ആയിട്ടുള്ള ആളുകൾക്ക് പ്രൈവറ്റ് ബോഡി ഗാർഡായി പോയിട്ടുണ്ട്. അത്തരത്തിൽ ഈ ലേഡിയുടെ കൂടെ ഷവോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിചയമാണ് അവർക്ക്. ആക്ച്വലി ഒരു മീറ്റിംഗിൽ ആ ലേഡിയുടെ വലിയൊരു കോൺട്രാക്ട് സെക്യൂർ ചെയ്യാൻ ഷെന്നിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ DCA നടക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. കാരണം ഹാൻ അതേ പ്രോജക്റ്റ് തന്നെ തട്ടിയെടുക്കാനായി ശ്രമിക്കുമെന്ന് അവൾക്കറിയാം. പക്ഷെ ഹാനിന്റെ ശ്രമങ്ങളെ വിഫലമാക്കിക്കൊണ്ട് ആ ലേഡിക്ക് ഷവോയോടുള്ള പ്രത്യേകമായ താല്പര്യം വെച്ച് തന്നെ അവർ ഷവോയുടെ വൈഫായ ഷെന്നിനാണ് ആ ഒരു കോൺട്രാക്ട് നൽകുന്നത്. അവൾ വളരെ ഹാപ്പി ആവുന്നു. ഇതിൽ ദേഷ്യം വരുന്ന ഹാൻ ആവട്ടെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് നല്ലൊരു പണി ഷെന്നിന് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു. എന്തായാലും ആ വലിയ കോൺട്രാക്ട് ലഭിച്ചതിന്റെ സന്തോഷത്തിന് അന്ന് അല്പം കൂടുതൽ ഡ്രിങ്ക്സ് അടിക്കുന്ന ഷെന്നാകട്ടെ ആ ഒരു ടീം കൂടെ ഉണ്ടായിരുന്ന ഷവോയോട് അവൾക്ക് അവനോട് തോന്നിയ ആ ഒരു ഇഷ്ടം തുറന്ന് പ്രകടിപ്പിക്കാൻ ഒരുങ്ങുന്ന ടീം അവൻ അപ്പോഴും അവളുടെ ബ്രദറിന് കൊടുത്ത വാക്കാണ് ആലോചിക്കുന്നത്. ആക്ച്വലി ആ ഒരു വാക്കിന്റെ പുറത്ത് അവളെ സേവ് ചെയ്യാനൊക്കെ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അവളെ അങ്ങനെ പ്രണയിക്കണം എന്ന ചിന്ത അവനില്ല. ആ വാക്ക് താൻ തെറ്റിക്കുന്നതിന് തുല്യമാകുമോ അങ്ങനെ ഒരു ഇഷ്ടമെന്ന് അവന് തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാരേജ് വെറും ഒരു കോൺട്രാക്ട് ആണ്, അത് മാത്രം ഇപ്പൊ ആലോചിച്ചാൽ മതി, വേറെ ഒന്നും എന്റെ മനസ്സിലില്ല എന്നെല്ലാം അവൻ അവളോട് പറയുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്ന ആ ഒരു സമയത്താണ് സിസ്റ്റം ഹാക്ക് ചെയ്യാൻ ഈ ഒരു ശ്രമം നടക്കുന്ന വിവരം ഓഫീസിൽ നിന്ന് ഷെൻ അറിയുന്നത്. എന്തായാലും തക്ക സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഷവോ അവന് ആ വക കാര്യങ്ങളിലൊക്കെ കുറച്ച് അറിവുള്ളത് കൊണ്ട് തന്നെ സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെടാതെ വേഗം സേവ് ചെയ്യുന്നുണ്ട്. കാരണം അവൻ ഫോഴ്സിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇവിധ എല്ലാ കാര്യങ്ങളും അവന് നന്നായി അറിയാം. എന്തായാലും അതുകൊണ്ട് തന്നെ തന്റെ ശ്രമം പരാജയപ്പെട്ട ഹാനിന് ഭയങ്കര കലിപ്പ് വരുന്നു. മുന്നേ പറഞ്ഞില്ലേ ഒരു ക്രിമിനലിന്റെ കാര്യത്തെ പറ്റി ആളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് വലിയൊരു തുക പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ പിടികിട്ടാ പുള്ളികളെയും അപകടകാരികളായിട്ടുള്ള ആളുകളെയും ഒക്കെ പിടിച്ചു കൊടുക്കുന്നവർക്ക് അല്ലെ കൊന്നു കൊടുക്കുന്നവർക്കൊക്കെ പാരിതോഷികം പ്രഖ്യാപിച്ച ഒരു സൈറ്റിൽ ലിസ്റ്റ് ചെയ്യാറുണ്ട്. ആ സൈറ്റിൽ ഹാൻ ആകട്ടെ ഷവോയുടെ ഫോട്ടോയും പേരും ലിസ്റ്റ് ചെയ്ത് വലിയൊരു തുക പാരിതോഷികമായി പ്രഖ്യാപിക്കുന്നു. കാര്യം മറ്റൊന്നുമല്ല, അങ്ങനെ ആരെങ്കിലും ആ ഒരു പാരിതോഷികം കൈക്കലാക്കാനായി റാൻഡമായി ഷവോയെ കൊല്ലാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കൊട്ടേഷൻ ഇപ്പോ ഹാൻ ഇടുന്നത്. ഈ ഒരു വിവരം പിന്നീട് ലു അറിയുന്നുണ്ട്. തന്റെ സുഹൃത്തായ ഷവോ ഈ ഒരു സൈറ്റില് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നെന്ന്. വേഗം തന്നെ ആ ഒരു കാര്യം ഷവോയുടെ അടുത്ത് എന്ന് ലു പറയുന്നുണ്ടെങ്കിലും ഷവോ അത് വലിയ കാര്യമാക്കുന്നില്ല. അങ്ങനെ ഈ ഒരു ലിസ്റ്റിലെ ഷവോയുടെ പേര് വന്നതിനെ തുടർന്ന് ഷവോയ്ക്ക് നേരെ ആക്രമണം പിന്നീട് അങ്ങോട്ട് കൂടുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനേ ഷവോയ്ക്ക് സാധിക്കുന്നുണ്ട്. ആ ലിസ്റ്റില് ഷവോയ്ക്ക് ഇട്ടിരിക്കുന്ന വില, അതായത് ഷവോയെ കൊന്നു ചെല്ലുന്നവർക്ക് ഇട്ടിരിക്കുന്ന പാരിതോഷികം കൂടിക്കൊണ്ടേ വരുന്നു. ആരാണ് ഇതിന് പിന്നിലെന്ന് ഷവോയ്ക്ക് ഒരു പിടുത്തവും പക്ഷെ കിട്ടുന്നുമില്ല. ഇതേ ടൈം ഹാൻ ആകട്ടെ ആ ഒരു ഇൻവെസ്റ്ററിലെ അവർക്ക് ഷവോയുടെ ഒരു താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി അവരോട് ഒരു ഡീല് വെക്കുന്നുണ്ട്. ഷെന്നിനെയും ഷവോയും തമ്മിൽ അകറ്റി അങ്ങനെ ഷവോയെ അവർക്ക് സ്വന്തമാക്കാനായി ഒരു അവസരം. അതിലൂടെ ഹാനിനും നേട്ടങ്ങളുണ്ടല്ലോ. അതിന്റെ ഭാഗമായി മുന്നേ ഷെന്നിനെ ചതിച്ച സിയാനെ തന്നെ ഹാൻ രംഗത്തേക്ക് ഇറക്കുന്നുണ്ട്. സിയാനോട് ഒരു താല്പര്യം ഷെന്നിന് മുന്നേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ മാരേജിനായി ആദ്യം സിയാനെ തന്നെ സെലക്ട് ചെയ്തത്. പക്ഷെ ഹാന്റെ നിർദ്ദേശപ്രകാരം സിയാൻ പിന്നീട് മാറിയെങ്കിലും വീണ്ടും അതേ ഒരു താല്പര്യം പൊടി
തട്ടിയെടുത്താല് അത് നല്ലതായിരിക്കുമെന്ന് തോന്നിയാണ് ഷിയാനെ തന്നെ വീണ്ടും സെന്നിന്റെ അടുത്തേക്ക് ഹാൻ വിടുന്നത്. എന്നാലും ആ ഒരു ടീം സിയാൻ കൊണ്ടു കൊടുക്കുന്ന ഒരു കേക്കില് എഗ്ഗ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതറിയാതെ അതെടുത്ത് ഷെൻ കഴിക്കുന്നുണ്ട്. അവനാകട്ടെ അവളെ കൺവിൻസ് ചെയ്യാനായി കുറെ നോക്കി. ഒന്ന് ക്ഷമിച്ചു എന്ന രീതിക്ക് കേക്ക് എടുത്ത് കഴിക്കാനായി ആവശ്യപ്പെടുമ്പോൾ അവളത് ആ ഒരു പേരിന് മാത്രം കഴിക്കുന്നതാണ്. പക്ഷെ അവൾക്ക് പിന്നീട് അതിന്റെ അലർജിയും ബുദ്ധിമുട്ടുകളും ഉണ്ടായി ഹോസ്പിറ്റലൈസ്ഡ് ആവുമ്പോൾ അവിടെ എത്തി ഷവോണ് അവളെ നന്നായി നോക്കുന്നത്. ഈ ടീം അവളെ കൺവിൻസ് ചെയ്യാനായി അവിടെ ശ്രമിക്കുകയായിരുന്ന സിയാൻ അവിടെ നിന്ന് പോകുന്നു. ഷവോയെ കണ്ടപാടെ ഷെൻ, നീ എവിടെ പോയിരുന്നു? നീ വേണ്ട എന്റെ സേഫ്റ്റിയെ പറ്റി എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടു ചെയ്യാൻ. നീ മര്യാദയ്ക്ക് എന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഷെൻ ആകട്ടെ ഷവോ തന്റെ അടുത്ത് ഇല്ലാത്തതിന്റെ എല്ലാ പരിഭവങ്ങളും അവിടെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ തന്നെ സിയാനെ അപ്പോഴും ഹാൻ അവന്റെ സഹോദരിയെ കസ്റ്റഡിയിൽ വെച്ച് ഉപദ്രവിക്കണ്ടെങ്കിൽ പറയുന്ന കണക്കൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന സിയാൻ ഷവോയെയും അവന്റെ സുഹൃത്തിന്റെ സഹോദരി ഉണ്ടല്ലോ ലിങ്, അവളെയും പറ്റിയും ചേർത്ത് മോശമായി ഷെന്നിന്റെ അടുത്ത് ചില കാര്യങ്ങൾ പറയാനേ നോക്കുന്നുണ്ട്. കാരണം അപ്പോഴേക്കും ലിങ് ആ ഒരു കമ്പനിയിൽ ജോലിക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുന്ന ഷെന്നിന് അങ്ങനെ ഒരു കാര്യവും ഇല്ലെന്ന് അറിയാം. കാരണം ഷവോയെ പറ്റി അവൾക്ക് ഒരു വിശ്വാസമൊക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ സിയാൻ പറയുന്ന ഒന്നും കാര്യമാക്കുന്നില്ല. അതുമാത്രമല്ല അപ്പോഴേക്കും അന്ന് ഇവരുടെ സിസ്റ്റം ഹാക്ക് ചെയ്യാനായി ഹാൻ ഉപയോഗിച്ചത് സിയാനെയാണ്. സിയാൻ വഴിയാണ് സിസ്റ്റം ഹാക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമം നടന്നതെന്ന് അപ്പോഴേക്കും കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ഷവോ ഷെന്നിന്റെ മുന്നിൽ വെച്ച് തന്നെ പോലീസുകാരെ കൊണ്ട് സിയാനെ അറസ്റ്റ് ചെയ്യിച്ച് കൊണ്ടുപോകുന്നു. അതിൽ ദേഷ്യം വരുന്ന ഹാൻ ആകട്ടെ ഷെന്നിന്റെ കമ്പനിയുടെ സെക്കൻഡ് ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ അവളുടെ അങ്കിളാണ്. ആ അങ്കിളിനെ തന്നെ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അതുവഴി അയാളുടെ കയ്യിൽ നിന്ന് കുറെ അധികം ഷെയർസ് കൈക്കലാക്കി ഇപ്പോ വരാൻ പോകുന്ന ബോർഡ് മീറ്റിംഗിൽ കമ്പനിയുടെ ചെയർമാനായി മാറാനുള്ള ശ്രമത്തിലാണ് ഹാൻ. ആ കാര്യം മനസ്സിലാക്കുന്ന ഷെന്നിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കാരണം അവൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ നോക്കുന്ന ഈ ഒരു സ്ഥാപനം ഹാൻ കൈക്കലാക്കിയാല് അവൻ ഷെന്നിനോടുള്ള ചില വ്യക്തിവിരോധം ഒക്കെ ഈ ഒരു സ്ഥാപനത്തിൽ തീർത്തു കളയും. അങ്ങനെ അവൻ അതിനൊരു അവസരം നൽകരുതെന്ന് അവൾക്ക് മനസ്സിൽ ഭയങ്കരമായ വാശിയുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കുന്ന ഷവോ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ബിസിനസ് കാര്യങ്ങളിൽ ഷെന്നിനെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഷവോയുടെ സഹായത്തോടെ ഷെന്നിന് ഹാൻ കൈക്കലാക്കി വെച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഷെയർസ് മറ്റ് ഷെയർ ഹോൾഡേഴ്സിനെ കൺവിൻസ് ചെയ്ത് പേരിലേക്ക് മാറ്റാനും അതുവഴി ചെയർമാൻ ആവുക എന്ന ഹാനിന്റെ സ്വപ്നത്തെ മറികടന്ന് അധികാരം കൈക്കലാക്കാനും സാധിക്കുന്നുണ്ട്. ഷവോ ചെയ്ത സഹായത്തിൽ അവൾ വളരെ ഹാപ്പി ആവുന്നു. ഈ സമയത്താണ് നമ്മൾ ആ ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ഷവോയ്ക്കും മരണപ്പെട്ട ഷെന്നിന്റെ ആ ഒരു ബ്രദറിനും ഇടയിലുള്ള ഫ്ലാഷ് ബാക്ക്. ഇവർ രണ്ടുപേരും സൈന്യത്തിന്റെ ഒരു സ്പെഷ്യൽ യൂണിറ്റിൽ ഒന്നിച്ച് സേവനം അനുഷ്ഠിക്കുന്ന ആ ഒരു സമയത്ത് ഒരു അറ്റാക്കിൽ പങ്കെടുക്കുമ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ഷവോയെ രക്ഷപ്പെടുത്താനായി ശ്രമിക്കുന്ന ടീമാണ് ഷെന്നിന്റെ ബ്രദർ മരണപ്പെടുന്നത്. ആ സമയത്ത് ജീവൻ നഷ്ടപ്പെടുന്നതിന് തൊട്ട് മുന്നേ തന്റെ സഹോദരിയെ സേവ് ചെയ്യണം. അവൾ ഒരു ബിസിനസ്സുകാരിയാണ്, അവൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, അവളുടെ കാര്യങ്ങളൊന്ന് നോക്കി പ്രൊട്ടക്ട് ചെയ്യണമെന്നായിരുന്നു ആ ബ്രദർ അവനോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ തനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, പറഞ്ഞ പോലെ ആ വാക്ക് പാലിക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്നൊരു സംതൃപ്തിയിലായിരുന്നു ഷവോ ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാം ഒന്നും സെറ്റിൽ ചെയ്യാനായി സാധിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഹാന്റെ കയ്യിൽ നിന്ന് ഷെയർസ് നേടിക്കൊടുക്കാനല്ലേ അവനിപ്പോ സാധിച്ചിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളും കൂടി സെറ്റിൽ ആക്കണം. ഹാൻ ഇനി ഷെന്നിനെ ഉപദ്രവിക്കാത്ത രീതിയിൽ ബാക്കിയും കൂടി അറേഞ്ച് ചെയ്യണമെന്ന് ഉറപ്പിച്ച് ഷവോ അങ്ങനെ ഹാനെ കാണാനായി പോകുന്ന ടീം അവിടെ വെച്ച് ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും ഹാനെ തിരിച്ച് ആക്രമിക്കാനായി ഷവോയ്ക്ക് സാധിക്കുന്നു. എന്തായാലും അന്ന് നടന്ന ആ ഒരു കാര്യങ്ങളിൽ ഷവോ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ഹാൻ അവിടെ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്യുന്നുണ്ട്. ഷവോയെ ഹോസ്പിറ്റലിൽ കാണാനായി എത്തുന്ന ഷെന്നിന് അവന്റെ ആ ഒരു കിടപ്പ് കണ്ടിട്ട് സങ്കടം സത്യത്തിൽ സഹിക്കാൻ വയ്യ. തന്നെ സേവ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം ഷവോ കഷ്ടപ്പെടുന്നുണ്ട് എന്നതോർത്ത് അവൾ ഭയങ്കര അപ്സെറ്റ് ആവുന്നു. പക്ഷെ ഹാൻ മാത്രമല്ല ഷെന്നിന്റെ യഥാർത്ഥ ശത്രു. അവന് പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന് ഷവോയ്ക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ആരാണെന്ന് കണ്ടുപിടിക്കാനായി അവൻ ശ്രമിക്കുന്നതിന്റെ ആ ഒരു അവസാന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി ഹാനിനേക്കാളും വലിയ ഷെന്നിന്റെ ശത്രു അവളുടെ അങ്കിളായിരുന്നു. ഹാൻ ഇടയ്ക്ക് ഷെയർസ് കൂടുതലുണ്ടെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയ അങ്കിളില്ലേ, ആ അങ്കിള് തന്നെ. ആക്ച്വലി തട്ടിക്കൊണ്ടുപോയതായിരുന്നില്ല, അവർ ഒന്നിച്ച് അങ്ങനെ ഒരു പ്ലാൻ ഇട്ടതായിരുന്നു. അയാളിപ്പോ ഷവോയെയും ഷെന്നിനെയും ഒന്നിച്ച് ആക്രമിക്കാനായി നോക്കുന്ന ആ ഒരു ടൈമാണ് അവിടേക്ക് ഇവർ രണ്ടുപേരും ഒട്ടും പ്രതീക്ഷിക്കാത്ത മരണപ്പെട്ടുവെന്ന് ഷവോ കരുതിയിരുന്ന ഷെൻ വിശ്വസിച്ചിരുന്ന അവളുടെ ബ്രദർ എത്തുന്നത്. ആക്ച്വലി അവനും ഈ ഒരു അങ്കിളുടെ കൂടെ നിന്ന് ഷെന്നിനെതിരെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്കിളിന്റെ ഒരു അടിമ കണക്ക്. അതിന് കാരണം ഈ അങ്കിൾ മെഡിസിനും സയൻസും സംയോജിപ്പിക്കുന്ന ഒരു കമ്പനി തുടങ്ങാനായിട്ടുള്ള പ്ലാനിലായിരുന്നു. അതിന് വലിയ ഫണ്ട് ലഭിക്കണമെങ്കിൽ ഷെന്നിന്റെ കയ്യിലുള്ള ഫണ്ട് വേണമല്ലോ. അത് നേടാനായിട്ടാണ് അയാൾ ഷെന്നിനെ അപായപ്പെടുത്താനായി നോക്കുന്നത്. കൂടാതെ അവളുടെ ബ്രദറിനെയും അയാളുടെ കമ്പനിയുടെ ഒരു പരീക്ഷണ വസ്തുവായി ഉപയോഗിച്ച് അയാളുടെ ശരീരത്തിൽ ഒരു ചിപ്പ് ഇൻസേർട്ട് ചെയ്ത് അതുവഴി അയാളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ട്രെയിൻഡ് കില്ലറാക്കി മാറ്റി തന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇയാൾ മരിച്ചു എന്ന് വരുത്തി തീർക്കാനായിട്ടാണ് ഷവോ ഒക്കെ ഇത്രയും നാൾ തെറ്റിദ്ധരിച്ചിരുന്ന കണക്ക് അവിടെ അങ്ങനെ ഒരു ആക്സിഡന്റ്, ഒരു മിലിറ്ററി അറ്റാക്കിന്റെ ഇടയിൽ നടക്കുന്ന കണക്കും ഷവോയ്ക്ക് വേണ്ടി അയാൾ മരിച്ച കണക്കൊക്കെ ഒരു സിറ്റുവേഷൻ ഇവർ ക്രിയേറ്റ് ചെയ്തത്. എന്തായാലും അങ്ങനെ ഇവിടെ ഈ കാര്യം റിവീൽ ആവുമ്പോൾ ഒന്ന് ഷോക്കാവുന്ന ഷവോ പക്ഷെ പെട്ടെന്ന് തന്നെ ഷെന്നിന്റെ ജീവൻ രക്ഷപ്പെടുത്താനായി അവിടെ അവളുടെ ബ്രദറുമായി ഏറ്റുമുട്ടുന്നു. എന്തായാലും അവിടെ നിന്ന് ബ്രദറിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനും ആൾ ഇൻസേർട്ട് ചെയ്ത ആ ഒരു ചിപ്പൊക്കെ മാറ്റി തിരിച്ച് അയാൾ ഒരു മനുഷ്യൻ കണക്ക് മാറ്റാനും ഷവോയുടെ സഹായത്തോടെ ഷെന്നിന് സാധിക്കുന്നു. കൂടാതെ ഇതിനൊക്കെ കാരണക്കാരനായ ഷെന്നിന്റെ അങ്കിളിനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ട തെളിവുകളും അവർ ശേഖരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നു. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങിയ ശേഷം ഷെന്നിന്റെ ഏറ്റവും വലിയ ശത്രുവിനെയും കണ്ടെത്തി അവളെ ഇപ്പോ സേഫ് ആക്കിയ ഷവോ അങ്ങനെ ഷെൻ അവളെ ഇപ്പൊ പ്രപ്പോസ് ചെയ്യുമ്പോൾ തുറന്ന മനസ്സോടുകൂടി അതിന് സമ്മതിക്കുകയും അങ്ങനെ അവർ
അവർ ഹാപ്പിയായി കല്യാണം കഴിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുന്നത്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.